രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും ചിരിപടർത്തുന്നു. പാലക്കാട് മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ 1081. വല്ലാത്ത പൊളിറ്റിക്കൽ ഗെയിം. 1081 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. സി കൃഷ്ണകുമാറിനെ അട്ടിമറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നിലേക്ക് കയറിയിരിക്കുന്നു. ഡോക്ടർ പി സരിൻ 3ാം സ്ഥാനത്തേക്ക്. ജലക്കരയിൽ ആഹ്ലാദ പ്രകടനം. പാലക്കാട് ഇഞ്ചോടിഞ്ച് ആഹ്ലാദ പ്രകടനം. 1757 വോട്ടുകൾക്ക് ലീഡ്. 8 മണിക്ക് വോട്ടെണ്ണൽ തുടങ്ങി. 11 മണിയാകുമ്പോഴേക്കും രാഹുൽ പിടിക്കുന്ന 1081 ഭൂരിപക്ഷം ചെറിയ ഭൂരിപക്ഷം അല്ല. ഇത് മുനിസിപ്പാലിറ്റി മേഖല ഇപ്പോഴും എണ്ണുകയാണ്. ഇനി പിരായിരി പോലുള്ള അവരുടെ മേഖലകൾക്ക് പോകാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോഴൊക്കെ മുനിസിപ്പാലിറ്റി എണ്ണി കഴിയുമ്പോഴേക്കും അവിടുത്തെ ക്രൈസ്തവ മേഖലകളിലടക്കം വോട്ടുകൾ വീണത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. ഒരു തർക്കക്കാര്യത്തില്ല. അവിടുത്തെ ക്രൈസ്തവ ഇപ്പം വഖഫ് അടക്കമുള്ള വിഷയങ്ങൾ വലിയ ചർച്ച ഉണ്ടായെങ്കിലും പാലക്കാട് വയനാട് വരെ കേട്ടു. 2,44,000 വോട്ടുകൾക്ക് 2,44,000 വോട്ടുകൾക്ക് വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി ലീഡ് ചെയ്യുന്നു. പ്രിയങ്ക ഗാന്ധി കുതിക്കുന്നു. LDF സ്ഥാനാർത്ഥിയും അതുപോലെ UDF സ്ഥാനാർത്ഥിയും LDF സ്ഥാനാർത്ഥി BJP NDA സ്ഥാനാർത്ഥിയും താഴേക്ക് പോകുന്നു. പാലക്കാട് വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ 15 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. ചേലക്കരയിൽ LDF സ്ഥാനാർത്ഥിക്ക് 9,026 വോട്ടുകൾക്ക് ലീഡ്. മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് 1315 വോട്ടുകൾക്ക് ലീഡ്. വോട്ടുകൾക്ക് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ലീഡ്. ചേലക്കരയിൽ 9,026 വോട്ടുകൾക്ക് ആരാണ്? കൈ ഉയർത്തുന്നു. കൈ ഉയർത്തുന്നു. ഫോട്ടോയില് 9,026 വോട്ടുകൾക്ക് പ്രദീപ് ലീഡ് ചെയ്യുന്നു. 9,026. ഓക്കെ, വിജയവന താളം കിട്ടിയില്ലല്ലോ. നല്ല താളക്കാരനായിരുന്നല്ലോ. 9,026 ഒരു താളമില്ല. അവതാളം അടിച്ചു. വയനാട് വയനാട് 0-0-0-4. ഇനിയിപ്പോ നോക്കണത് ഞാൻ കുറെ നേരോട് പറഞ്ഞത് വയനാട് വിട്ടേക്കു പ്രിയങ്ക കൊണ്ടുപോയി, ചേലക്കര വിട്ടേക്കു പ്രദീപ് കൊണ്ടുപോയി, പാലക്കാടേക്ക് കേരളത്തിന്റെ രാഷ്ട്രീയ കണ്ണുകൾ പാലക്കാടേക്ക് സാധൂലം പൂർപ്പിക്കുന്നു കേരളം. പാലക്കാട് മുഴുവൻ രാഷ്ട്രീയ കേരളത്തിന്റെയും ശ്രദ്ധാകേന്ദ്രമായി പാലക്കാട് മണ്ഡലം മാറുന്നു. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ 1315 വോട്ടുകൾക്കാണ് ലീഡ് ചെയ്യുന്നത്. UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ 1315. NDA സ്ഥാനാർത്ഥി അട്ടിമറിച്ച് രാഹുലിന്റെ കുതിപ്പ്. രാഹുൽ മാങ്കൂട്ടത്തിൽ 1315 വോട്ടുകൾക്ക് മുന്നിൽ. ചേലക്കരയിൽ LDF സ്ഥാനാർത്ഥി സ്ഥാനം സാമ്രാജ്യം ഉറപ്പിക്കുന്നു. ഭൂരിപക്ഷം 10ലേക്ക് പോവുകയാണ്. 2,13,000 മുഹമ്മദ് റിയാസിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. ചേലക്കര കുപ്രചാരണങ്ങളുടെ സ്ഥാനം ചവറ്റുകൊട്ടയിൽ എന്ന് പ്രഖ്യാപിച്ച LDF സർക്കാരിനെ പിന്തുണച്ച വോട്ടർമാർക്ക് അഭിവാദ്യങ്ങൾ. നേരത്തെ പറഞ്ഞു, ഇപ്പൊ പറഞ്ഞു. നേരത്തെ ഇടുകയല്ലേ? 10 മിനിറ്റ് നേരത്തെ എന്തോ കുറച്ച് നേരത്തെ എല്ലാവരും ചേലക്കര കുപ്രചാരണങ്ങളുടെ സ്ഥാനം ചവറ്റുകൊട്ടയിൽ എന്ന് പ്രഖ്യാപിച്ച് LDF സർക്കാരിനെ പിന്തുണച്ച വോട്ടേഴ്സിന് അഭിവാദ്യങ്ങൾ. 1000 അഭിവാദ്യങ്ങൾ എന്ന് വിളിക്കാം. പറഞ്ഞില്ല, നമ്മൾ കൂട്ടി വിട്ടത്. താങ്ക് യു മുഹമ്മദ് റിയാസ്. ഞങ്ങളുടെ അഡീഷണൽ എടുക്കണ്ട.